നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ ആന്റണി 2 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇന്ന് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് അന്വേഷണ സംഘം വീണ്ടും തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രതി കവർച്ചയ്ക്ക് വന്നപ്പോഴുള്ള വേഷത്തിലായിരുന്നു ബാങ്കിലെ തെളിവെടുപ്പ് നടന്നത്. ടീഷർട്ടും ഗ്ലൗസും ഇടിച്ചായിരുന്നു പോലീസ് പ്രതിയെ കൊണ്ടുവന്നത്. തലയിൽ ഹെൽമറ്റും ഉണ്ടായിരുന്നു. കവർച്ചയുടെ പുനരാവിഷ്കരണമാണെന്ന് ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ബാങ്കിൽ നടന്നത്. സംഭവത്തിന് ശേഷം വീട്ടിലെത്തിയ റിജോ ആന്റണി ഓവർകോട്ടും ഗ്ലൗസുമെല്ലാം കത്തിച്ചു കളഞ്ഞിരുന്നു. കവർച്ച നടന്ന ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലെ ജീവനക്കാരുടെ ഫോണുകൾ സംഭവം നടന്ന ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും പ്രതി അറസ്റ്റിലായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവ തിരികെ നൽകിയിരുന്നില്ല. നടപടികൾ പൂർത്തിയാക്കാത്തതിനാലാണ് തിരികെ നൽകാത്തതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രതിക്ക് ബാങ്ക് ജീവനക്കാരുടെ സഹായം ലഭിച്ചോ എന്ന് ആദ്യം സംശയിച്ച പോലീസ് അക്കാര്യം അന്വേഷിച്ചുവെങ്കിലും അതിന് സാധ്യതയില്ല എന്നാണ് ഇതുവരെ ലഭിച്ച വിവരം. എന്നാലും ഈ ഫോണുകളിലേക്ക് എത്തിയ കോളുകളും സന്ദേശങ്ങളും പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. പ്രതിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് അതിലേക്ക് എത്തിയ കോളുകളും സന്ദേശങ്ങളും കൂടി വിശദമായി പരിശോധിക്കുകയാണ്. റിജോ ആന്റണി ഒറ്റയ്ക്കാണ് കവർച്ച നടത്തിയതെന്ന് പോലീസിനോട് ആവർത്തിച്ചു പറയുന്നുണ്ട്. 14 ദിവസത്തേക്ക് റിമാൻഡിലായ പ്രതി വിയൂർ ജയിലിലായിരുന്നു. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴാണ് പ്രതി ബാഹ്യ സഹായങ്ങളൊന്നും ലഭിച്ചില്ലെന്ന മൊഴി ആവർത്തിച്ചത്. പ്രതി മുൻപ് കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചെങ്കിലും അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചില്ല. നേരത്തെ മേലൂരിൽ താമസിച്ച റിജോ 2.5 വർഷം മുൻപാണ് ആശാരിപ്പാറയിൽ വീട് വാങ്ങിയത്. 70 ലക്ഷം രൂപയ്ക്കാണ് 10 സെന്റ് സ്ഥലവും വീടും വാങ്ങിയത്. ഇതിൽ 40 ലക്ഷം രൂപ കടമുണ്ടായിരുന്നെങ്കിലും കുവൈറ്റിൽ നഴ്സായ ഭാര്യയാണ് ഇതിന്റെ മാസഅടവ് നടത്തുന്നത്. 2 ലക്ഷത്തിലേറെ രൂപ മാസവേതനമുള്ള ഭാര്യ 40,000 രൂപ മാസം തോറും വീട്ടു ചെലവിന് അയച്ചു നൽകാറുമുണ്ട്. എന്നാൽ പ്രതിയുടെ ദൂർത്ത് കാരണം കൂടുതൽ കടം കയറി. ഇത് വീട്ടാനാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് റിജോയുടെ മൊഴി. പോട്ടയിലെ ബാങ്ക് കവർച്ചയിലൂടെ കിട്ടിയ പണമെടുത്ത് പ്രതി റിജോ ആദ്യം ചെയ്തത് സഹപാഠിയുടെ കടം വീട്ടുകയായിരുന്നു. 3 മാസം മുൻപ് വാങ്ങിയതാണിത്. വേലുപ്പിള്ളി ഉത്തരംവിളക്കിന്റെ ഭാഗമായി ശനിയാഴ്ച വെടിക്കെട്ട് കഴിഞ്ഞതോടെയാണ് റിജോ അന്നനാട് പാമ്പുറ്ററ സോമു എന്ന് വിളിക്കുന്ന ബിനോയ്ക്ക് പണം തിരികെ നൽകിയത്. വിദേശത്ത് പോകാനുള്ള ബാങ്ക് ബാലൻസ് കാണിക്കാനാണ് റിജോ ബിനോയിൽ നിന്ന് പണം കടം വാങ്ങിയതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ യാത്ര നടന്നില്ല. ബാങ്ക് ബാലൻസ് കാണിച്ച തുക പെട്ടെന്ന് പിൻവലിക്കുന്നതിലും ചില തടസ്സങ്ങളുണ്ടായി. ഇതോടെ വാങ്ങിയ തുക തിരികെ കൊടുക്കാനായില്ല. ബിനോയ്ക്ക് അടുത്ത കാലത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞായിരിക്കാം റിജോ കിട്ടിയ പണത്തിൽ നിന്ന് ആദ്യം സഹപാഠിയുടെ കടം വീട്ടാൻ തീരുമാനിച്ചെന്നാണ് കരുതുന്നത്. റിജോ പിടിയിലായത് അറിഞ്ഞതോടെ ബിനോയ് നടന്ന സംഭവം പറഞ്ഞ് പണം പോലീസിന് കൈമാറുകയായിരുന്നു. തൃശൂർ ചാലക്കുടി ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയുടെ മാനേജർ മരമണ്ടനാണെന്നും കത്തി കാട്ടിയ ഉടൻ തന്നെ മാറത്തെന്നുവെന്നും റിജോ ആന്റണി പോലീസിനോട് പറഞ്ഞിരുന്നു. മാനേജർ ഉൾപ്പെടെയുള്ള 2 ജീവനക്കാർ എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറിയനെ എന്നും പ്രതി പോലീസിനോട് പറയുകയായിരുന്നു. 3 മിനിറ്റ് കൊണ്ടാണ് പ്രതിയായ റിജോ ആന്റണി ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്ന് കടന്നു കളഞ്ഞത്. നേരത്തെ തന്നെ ബാങ്കിലെത്തി ഇയാൾ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇയാൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ബാങ്ക് ജീവനക്കാരെ കത്തിക്കാട്ടി മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച നടത്തിയത്. മോഷണം നടത്തിയ ബാങ്കിൽ അക്കൗണ്ടുള്ള പ്രതി ഇവിടെ പലപ്പോഴും സന്ദർശനം നടത്തി. മോഷണത്തിന് പോകുമ്പോൾ ഒരു വസ്ത്രവും മോഷണത്തിന് മുൻപും ശേഷവും മറ്റു 2 വസ്ത്രങ്ങളും മാറ്റി ഇയാൾ പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പ്രതി ധരിച്ചിരുന്ന ഷൂവിന്റെ നിറവും സഞ്ചരിച്ച സ്കൂട്ടറും ഉപയോഗിച്ച് പോലീസ് റിജോയെ കുടുക്കുകയായിരുന്നു. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 1 കുപ്പി വാങ്ങുകയും 2.90 ലക്ഷം രൂപ കടം വീട്ടുകയും ചെയ്യുകയായിരുന്നു. റിജോ കടം വീട്ടിയ അന്നനാട് സ്വദേശി ഈ തുക പോലീസിന് കൈമാറിയിരുന്നു. റിജോ അറസ്റ്റിലായതറിഞ്ഞ് ഇയാളുടെ പണം തിരികെ നൽകിയത്. റിജോയുടെ ഭാര്യ വിദേശത്ത് നഴ്സാണ്. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ റിജോയാണ് നോക്കിയിരുന്നതും. മൂത്തയാൾ +1-ലും രണ്ടാമത്തെയാൾ 4ാം ക്ലാസ്സിലുമാണ്. ഇവരെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിജോ മാത്രമാണ് വീട്ടിലുണ്ടാവുക. റിജോയുടെ ആക്സിഡന്റ് ഷോക്കിലാണ് ഇപ്പോഴും കുട്ടികൾ. ഇയാളുടെ ഭാര്യ ഒരു പാവമാണ്. അവർ ഈ വിവരം പറഞ്ഞ് ഗൾഫിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണെന്നാണ് വാർഡ് കൗൺസിലർ കൂടിയായ ജിജി പ്രതികരിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.